ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡ് വന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. നമ്മളിപ്പോൾ ഔട്ട്സൈഡ് കൺട്രി ആയാലും ഇൻസൈഡ് കൺട്രി ആയാലും എവിടെയായാലും നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഡോക്ടറെയാണ് പ്രഗ്നൻ്റ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. ചിലവർക്ക് ഗർഭകാല സമയത്ത് ഫൈബ്രോയിഡ് വരാം, ചിലവർക്ക് ഗർഭമാവുന്നതിന് മുന്നേ ഫൈബ്രോയിഡ് വരാം. ആ ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡോക്ടറെ കാണിക്കണം. അത് നമ്മൾ അറിയത്തില്ല, ചിലപ്പോൾ സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റത്തുള്ളൂ. ചിലർക്ക് വയറുവേദന, പീരീഡ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെ മുന്നേ ഫൈബ്രോയിഡ് ഉള്ളവർ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പറയണം, ഇങ്ങനെ എനിക്ക് ഫൈബ്രോയിഡ് ഉള്ള കാര്യം. അല്ലെങ്കിൽ അവർ സ്കാൻ ചെയ്യുമ്പോൾ പറയും, നിങ്ങൾക്കിങ്ങനെ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറയും. ഇപ്പോൾ എനിക്ക് ഇൻസൈഡ് ഔട്ട്സൈഡും ഫൈബ്രോയിഡ് ഉണ്ട്. ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അതിപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുണ്ട്. പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ഫൈബ്രോയിഡ് ചിലപ്പോൾ ഗ്രോ ചെയ്യും, ചിലപ്പോൾ അത് ചുങ്ങിപ്പോവും. പിന്നെ ഫൈബ്രോയിഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടാതെ ഡോക്ടർ പറഞ്ഞ പോലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ റെസ്റ്റ് പറയും, അതനുസരിച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് ദിവസം നടക്കാൻ പറ്റുവാണെങ്കിൽ നടക്കണം. ചിലപ്പോൾ ഡോക്ടേഴ്സ് നമ്മൾക്ക് അഡ്വൈസ് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അവരെന്ത് പറഞ്ഞോ അതനുസരിച്ച് ചെയ്യണം. പിന്നെ ചിലർക്ക് പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡ് ചിലപ്പോൾ നമ്മുടെ ബർത്ത് കനാൽ, കുഞ്ഞ് വരുന്ന വഴിയിലൂടെ ആയിരിക്കും ഉണ്ടാവുക. ആ സൈഡായിട്ടാവും ഉണ്ടാവുക, സെർവിക്സിൻ്റെ അവിടെ ആയിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നോർമൽ ഡെലിവറി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം പോസിബിലിറ്റി കുറവാണ്. കാരണം അവിടെ ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കുഞ്ഞ് വരും? അപ്പോൾ നമുക്ക് ഡോക്ടർ പറയും, നമുക്ക് സിസേറിയൻ ആയിരിക്കും ഓപ്ഷൻ നല്ലതെന്ന്. പിന്നെ ഓരോ മാസം കുഞ്ഞ് ഗ്രോ അനുസരിച്ച് ചിലപ്പോൾ ഡെലിവറി നേരത്തെ ആവാം. CS വഴി അവർ ചിലപ്പോൾ 8ാം മാസത്തിൽ അങ്ങനെ കുഞ്ഞിനെടുക്കാൻ ചാൻസ് ഉണ്ട്. അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും സേഫ്റ്റിയായി നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. ചിലവർക്ക് ഫൈബ്രോയിഡ് ഉണ്ടായാലും പേടിക്കേണ്ടതില്ല, സുഖമായിട്ട് വജൈനൽ ബർത്ത് വഴി തന്നെ കുഞ്ഞിനെ എടുക്കാം. അത് 2 തരം കണ്ടീഷനിലാണ്. ഫൈബ്രോയിഡിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. CS ആണോ നോർമലാണോ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുന്നത് ഡോക്ടർമാർ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എല്ലാ ആഴ്ചകളിലും എല്ലാ മാസങ്ങളിലും പോയി വിസിറ്റ് ചെയ്യാം. ഫൈബ്രോയിഡ് ഗ്രോ ചെയ്യുന്നുണ്ടോ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് ഹെൽത്തി ബേബിയെ കിട്ടും. 8ാം മാസം ഡെലിവറി ആയാലും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അതിന് വേണ്ട സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. കുഞ്ഞ് ഹെൽത്തി ആയിരിക്കും. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണവും വെള്ളവും ഉറക്കം നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടിക്ക് വേണ്ട ഒരു ദിവസം ഒരു ഡെയിലി ഒരു മുട്ട, പാല്, പഴം, അതുപോലെ തന്നെ പച്ചക്കറികൾ, ഇലക്കറികൾ അങ്ങനെയൊക്കെ കഴിക്കുക. നന്നായി ഉറങ്ങുക, നട്ട്സ് കഴിക്കുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡെലിവറി നമുക്ക് ഉണ്ടാവും. പേടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ സ്പോട്ടിൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക, അവരെ അഡ്വൈസ് നേടുക. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മരുന്നും കഴിക്കരുത്. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.